ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ നമ്മളിപ്പോൾ കൂടുതലായി കേട്ട് വരുന്നുണ്ട്. ഇടിമിന്നലുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവനെടുക്കാൻ കാരണമായേക്കാം. സോ ഈ വീഡിയോ മാക്സിമം ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇടിമിന്നലുള്ള ടൈമിൽ നിങ്ങൾ വീടിനുള്ളിലാണെങ്കിൽ TV, ഫ്രിഡ്ജ് പോലത്തെ ഇലക്ട്രോണിക് അപ്ലയൻസുകളുടെ എല്ലാം വയർ ഊരി വിടുക. ഫോണിൻ്റെ ആണെങ്കിലും കേബിളിൽ നിന്ന് ഊരി ഇടുക. നിങ്ങൾ ഒരിക്കലും ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കരുത്. വെള്ളത്തിലൂടെ കറണ്ട് പെട്ടെന്ന് ശരീരത്തിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് കുളിക്കാനോ പാത്രം കഴുകാനോ ഒന്നും ആ സമയത്ത് നിൽക്കരുത്. വീടിനുള്ളിൽ ജനലിൻ്റെയും വാതിലിൻ്റെയും അടുക്കെ നിൽക്കാതെ സെൻട്രൽ ഏരിയയിലേക്ക് മാറി നിൽക്കുക. നിങ്ങൾ പുറത്താണെങ്കിൽ മരച്ചുവട്ടിലോ ഒഴിഞ്ഞ ഏരിയയിൽ നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് സേഫായിട്ട് മാറി നിൽക്കാൻ ഒരു സ്ഥലവും ഇല്ലെങ്കിൽ കാല് രണ്ടും ചേർത്ത് പിടിച്ച് തല മുട്ടുകൾക്കിടയിലാക്കി തറയിൽ കുത്തിയിരിക്കുക. ഇതിനെ ലൈറ്റനിങ് ക്രൗച്ച് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിലത്തുനിന്ന് വരുന്ന കറണ്ട് ഹൃദയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കാലുകളിലൂടെ തന്നെ അത് തറയിലേക്ക് പോകുന്നതായിരിക്കും. ഇതും പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് മിന്നലേറ്റുള്ള ആളെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കും ഷോക്ക് അടിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഉടൻ തന്നെ അവരെ സേഫായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റാം. പൾസും ശ്വാസവും ഉണ്ടോ എന്ന് നോക്കുക. ഇവ രണ്ടും ഇല്ലെങ്കിൽ ഉടൻ തന്നെ CPR കൊടുത്ത് തുടങ്ങുക. ദെൻ ആംബുലൻസിന് വേണ്ടി വിളിക്കുക. ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. മാക്സിമം ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.